ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ ദേശത്ത് ഞങ്ങൾ കടന്നു വന്നപ്പോൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾക്കിങ്ങനെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ ഈ ഭവനത്തിന്റെ മുറ്റം ഒരുക്കി തന്ന ഈ പ്രിയപ്പെട്ട ഭവനം, അതുപോലെ ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമീപ ഭവനത്ത് ചില സഹോദരങ്ങൾ ഞങ്ങൾ വരുന്നതിന് മുൻപേ പാട്ടുകളൊക്കെ വെച്ചിരുന്നു. ഞങ്ങളുടെ വാക്കുകൾ കേട്ട് അവരും ആ പാട്ടുകളൊക്കെ നിർത്തി ഞങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചതിന് ഞങ്ങൾ ഈ ദേശനിവാസികളോട് നന്ദി പറയുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ സുവിശേഷ സന്ദേശ യാത്രയുമായി കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള ആദരവുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്നേഹം സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് ലഭിക്കാറില്ല. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ദൈവവചനത്തെ മാനിച്ചുകൊണ്ട്, ദൈവത്തെ മാനിച്ചുകൊണ്ട്, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ മാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന ഒരു സഹോദരന് ഒരിറ്റ് തണ്ണീർ കൊടുത്താൽ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ ദേശനിവാസികൾ ഞങ്ങളോട് കാണിച്ച ആദരവുകൾക്ക് സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞങ്ങൾ ആശീർവദിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ഇതുപോലുള്ള സുവിശേഷ യാത്രകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ചില ഹൃദയങ്ങളിലെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, മനുഷ്യൻ ജനിച്ചു വീഴുന്ന ഒരു മതമുണ്ട്, അവൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ഈ പ്രമാണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നോ മറ്റൊരു മതത്തിലേക്ക് ഞങ്ങളെ മാറ്റുവാനുള്ള മതപരിവർത്തനത്തിന്റെ ഭാഗമായി ഇതുപോലെയുള്ള ഉപദേശിമാർ അനേക സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് മൈക്കൊക്കെ വെച്ച് ഇതുപോലെയുള്ള വചനം വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്നു എന്ന ആളുകൾ ചിന്തിക്കുകയും, അപ്രകാരം ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങൾ ഇതുപോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്കെതിരെ കല്ലെറിയുകയും ഞങ്ങളെ ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം സാഹചര്യങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇന്ന് പകലിൽ ഈ വളരെ മനോഹരമായ അനേകം പ്രിയപ്പെട്ടവർ ഒരുമിച്ച് പാർക്കുന്ന ഈ സ്ഥലത്ത് ഈ മുറ്റത്ത് വന്ന് വീണ്ടും ഞങ്ങൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ പ്രസംഗിക്കുന്ന സർവശക്തനായ കർത്താവായ യേശുക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തത്വസംഹിതയുടെയോ ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിന്റെ ദൈവമല്ല ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ കർത്താവായ യേശുക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിൽ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രസംഗിച്ച പുസ്തകം ബൈബിളാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ ഏകദേശം 12 മണിയോട് നമ്മൾ അടുക്കുമ്പോൾ നേരം വെളുത്തതിന് ശേഷം, പല രാജ്യങ്ങളിൽ പല സമയമാണ്, എന്നാൽ നേരം വെളുത്തതിന് ശേഷം ഇന്ന് ലോകരാജ്യങ്ങളിൽ ഈ നിമിഷം വരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകം വേദപുസ്തകം ദൈവത്തിന്റെ വചനമാണ്. ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം ആളുകൾ പ്രഘോഷിക്കുന്ന പുസ്തകം അത് ദൈവത്തിന്റെ വചനമാണ്. ശ്രദ്ധിക്കണമേ, ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങൾ, ഇന്ന് വ്യാഴാഴ്ചയാകുന്നു, ഈ ആഴ്ചയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടും ശ്രദ്ധിച്ചാൽ ഏറ്റവും അധികം ആളുകൾ പ്രസംഗിച്ച വിഷയം കാൽവറി ക്രൂശിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്, ത്യാഗത്തെക്കുറിച്ചാണ്. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ആ വചനത്തിൽ നിന്ന്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് കടന്നു വന്നിരിക്കുന്നത്. മനുഷ്യനെ മതിക്കുന്ന, മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മളിൽ പലപ്പോഴും ചോദിച്ച ഒരു ചോദ്യമാണ്, ചില ചോദ്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഞാൻ ആരാണ്? നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ നമ്മുടെ കുടുംബമായി ജീവിക്കുമ്പോഴോ, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സാമൂഹികമായ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അല്ല, തനിയായിരിക്കുമ്പോൾ, ഏകാന്തതയിലായിരിക്കുമ്പോൾ, ഭവനത്തിന്റെ ഉള്ളറകളിലായിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ആരാണ്? രണ്ടാമത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എങ്ങനെ ഇവിടെ വന്നു? മൂന്നാമത്തെ ചോദ്യം, ഞാൻ ഇവിടെ എന്തിനു വേണ്ടി ആയിരിക്കുന്നു? നാലാമത്തെ ചോദ്യം, ഞാൻ ഇനിയും എവിടേക്ക് പോകുന്നു? മനുഷ്യന്റെ മനസ്സിനെ എപ്പോഴും മതിക്കുന്ന, ചിന്താക്കുഴപ്പത്തിലാക്കുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന, ഒരുപക്ഷെ നിരാശയിലേക്കെങ്കിലും നയിക്കുന്ന
ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ്. ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ആരാണ്? ഞാൻ എന്തിനു വേണ്ടി ഇവിടെ ജീവിക്കുന്നു? ഇനിയും ഞാൻ എവിടേക്കാണ് പോകുന്നത്? മനുഷ്യൻ എത്ര ചിന്തിച്ചാലും, മനുഷ്യൻ എത്ര ആലോചിച്ചാലും, ഏതെല്ലാം പഠനങ്ങൾ നടത്തിയാലും മനുഷ്യന് മനസ്സിലാകാത്ത പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ എന്നും ഉയരെ ഉയരെ മുഴങ്ങിക്കേൾക്കുന്ന, മനുഷ്യന്റെ മനസ്സിനകത്ത് മുഴങ്ങി നിൽക്കുന്ന ചോദ്യമാണ് ഞാൻ ആരാണെന്നുള്ളൊരു ചോദ്യം. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ഇനിയും എവിടേക്കാണ് പോകുന്നത്? നമുക്കറിയാം, നമ്മുടെ കൊച്ചു സംസ്ഥാനം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു സംസ്ഥാനം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഇന്ന് രാവിലത്തെ പത്രം നമ്മുടെ വീടുകളിൽ വന്നപ്പോൾ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ വായിച്ചപ്പോൾ കണ്ട ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം, കേരളത്തിൽ ഇത്രമാത്രം പണക്കാരുണ്ടോ എന്നുള്ളതാ. എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞാൻ രാവിലെ പത്രം വായിച്ചപ്പോൾ എനിക്ക് ചിന്ത തോന്നി, കേരളത്തിൽ ഇത്രയും പണക്കാരുള്ള സ്ഥലമാണോ? പത്തനംതിട്ട ജില്ല ഇത്രയും സമ്പന്നർ പാർക്കുന്ന സ്ഥലമാണോ? അതിന്റെ കാരണം, നാം എല്ലാവരും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം കഴിഞ്ഞ ദിവസങ്ങളാണ് സംഭവിച്ചത്. അതിന്റെ 2 ദിവസത്തിന് വേണ്ടി കേരളത്തിലെ മലയാളികൾ മുടക്കിയ പണം 818.21 കോടി രൂപയാണ്. നിങ്ങൾ ഓർക്കണം, ഞാൻ പറഞ്ഞല്ലോ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനത്തിൽ ഒന്നാണ് കേരളം എന്ന് ഞാൻ പറഞ്ഞതിന്റെ പിന്നിലെ കാര്യം അതാണ്. കേവലം 2 ദിവസം കൊണ്ട് നമ്മൾ മലയാളികൾ മുടക്കിയ പണം ചെറുതല്ല. 8 കോടി രൂപയല്ല, 80 കോടി രൂപയല്ല, 818 കോടി രൂപ നമ്മൾ ഓണാഘോഷത്തിൽ മദ്യം വാങ്ങിക്കുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്തു എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്? ഞാൻ ഇനിയും എവിടേക്കാണ് പോകുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? അർത്ഥം കിട്ടാതെ ഇരിക്കുമ്പോൾ, ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ, അവർ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുകയാണ്. ശ്രദ്ധിക്കണമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, വേദപുസ്തകം വളരെ കൃത്യമായി മനുഷ്യനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് കൊണ്ട്, ആ സത്യ സന്ദേശം ഈ ദേശത്തോട് പറയാനാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് വേദപുസ്തകം കൊടുക്കുന്ന വ്യക്തമായ ഉത്തരമുണ്ട്. മനുഷ്യന്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുന്ന ഏക പുസ്തകം ദൈവത്തിന്റെ വചനമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണെങ്കിൽ വേദപുസ്തകം വളരെ കൃത്യമായ ഉത്തരം തരികയാണ്. ഇന്ന് പത്തനംതിട്ട ജില്ലയുടെ ഞാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. വളരെ മനോഹരമായ ഈ റോഡുകളൊക്കെ എത്ര മനോഹരമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. ഭവനാന്തരീക്ഷങ്ങളൊക്കെ എത്ര മനോഹരമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. ശുദ്ധവായു ശ്വസിക്കാൻ എത്ര സന്തോഷമുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം. ശ്രദ്ധിക്കണമേ, നിങ്ങളാരും നമ്മളാരും ഈ ദേശത്ത് അങ്ങനെ വെറുതെ വന്നവരല്ല. ഞാൻ എങ്ങനെയാണ് ഈ സ്ഥലത്ത് വന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യരും, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാകട്ടെ, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലാകട്ടെ, ഏഷ്യൻ ഭൂഖണ്ഡത്തിലാകട്ടെ, ലോകത്തിലെ ഏത് വലിയ ഭൂഖണ്ഡത്തിലാണെങ്കിലും നമ്മളാരും വെറുതെ വന്ന് ഈ ഭൂമിയിൽ ജനിച്ചവരല്ല. ഒരു അപ്പനും അമ്മയ്ക്കും എങ്ങനെയോ ജനിച്ചവരല്ല നമ്മൾ. വേദപുസ്തകം പറയുന്നു, ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലെ മണ്ണുകൊണ്ട്, ഈ കാണുന്ന നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ മാതാപിതാക്കളുണ്ട്. ചില ആളുകൾ പറയും, എന്നെ കാണാൻ, എന്നെ കരുതാൻ, എന്നെ സ്നേഹിക്കാൻ, എന്നോടൊരു വാക്ക് സംസാരിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലെന്ന് പറയുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ആരും നമ്മളോട് സംസാരിക്കാനില്ലെങ്കിലും, ആരും നമ്മുടെ പ്രയാസങ്ങൾ അറിയാനില്ലെങ്കിലും, ആരും നമ്മുടെ വേദന അറിയാനില്ലെങ്കിലും, ദൈവത്തിന്റെ വചനമായ ബൈബിൾ പറയുന്നു, സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് ഉമ്മരത്തിറങ്ങി, മുറ്റത്തിറങ്ങി ഞങ്ങളുടെ ഈ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദര, സഹോദരി, ആരും നിങ്ങളുടെ ശബ്ദം കേൾക്കാനില്ലെങ്കിൽ വേദപുസ്തകം പറയുന്നു, നിങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, അവനാകുന്നു നിങ്ങളുടെ പിതാവ്. ആ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് വലിയൊരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശമില്ലാതെ ഇവിടെ ഒരു ചെറിയ മുട്ടസൂചി മുതൽ റോക്കറ്റ് വരെ
ഈ ഭൂമിയിൽ ഒരു സാധനവും ഉണ്ടാക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ കെട്ടിരിക്കുന്ന വാച്ച്, നമ്മുടെ കാലിട്ടിരിക്കുന്ന പാദരക്ഷകൾ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉച്ചഭാഷിണി, ഇതിനൊക്കെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അതിന്റെ എഞ്ചിനീയേഴ്സിന് ഒരു ഉദ്ദേശമുണ്ട്. എന്ന് പറയുന്നത് പോലെ മനുഷ്യരായ നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണത് വിളിച്ചു പറയുന്നത്? ദൈവത്തിന് വളരെ കൃത്യമായ ഉദ്ദേശം നമ്മളെ കുറിച്ചുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. എന്താ? ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ എന്ന് പറയുന്നത് 3 അസ്തിത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ്. ഒന്ന്, പുറമേ കാണുന്ന ഈ ദേഹം എന്ന് പറയുന്ന മനുഷ്യന്റെ ബലഹീനമായ ശരീരം. 2, അവന്റെ ചിന്തകളുടെ മണ്ഡലം. ചിന്ത എന്ന് പറഞ്ഞാൽ അവനെ പാപം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, അവനെ നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അവനെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യന്റെ ചിന്തയിരിക്കുന്ന സ്ഥലം. അത് മാത്രമല്ല, മനുഷ്യന്റെ അകത്തൊരു സ്ഥലമുണ്ട്. സകല മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്ത ഉദ്ദീപിപ്പിക്കുന്ന അന്തരംഗത്തിലുള്ള ദൈവത്തിന്റെ ആത്മാവ്. നമുക്കറിയാം, മനുഷ്യനെ മണ്ണുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം തന്റെ ശ്വാസം മൂക്കിലേക്ക് ഊതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. ദൈവത്തോട് മനുഷ്യൻ ബന്ധപ്പെട്ടിരുന്ന ഒരു കാലം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പറയട്ടെ. എന്നാൽ എന്താ സംഭവിച്ചത്? എല്ലാ ദൈവത്തോട് മാത്രം സന്ധിച്ചിരുന്ന മനുഷ്യൻ എല്ലാ സന്ധ്യയെങ്കിലും ദൈവം ഇറങ്ങി വന്ന കുടുംബത്തെ സമാധാനപൂർണമാക്കി നടത്തിയിരുന്ന ഒരു കാലഘട്ടം. പക്ഷെ എന്താ സംഭവിച്ചത്? മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നു. എങ്ങനെ അകന്നു? മനുഷ്യൻ പാപം ചെയ്തു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപിയാണെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാപമാണെന്ന് പ്രസംഗിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു മനുഷ്യനും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു വലിയ യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപം എന്ന് പറയുന്ന യാഥാർത്ഥ്യം. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ദാരിദ്ര്യമല്ല, അവൻ അനുഭവിക്കുന്ന ശാരീരിക രോഗങ്ങളല്ല, അവൻ അനുഭവിക്കുന്ന കഷ്ടതകളല്ല. പിന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ആ പ്രധാനപ്പെട്ട പ്രശ്നം അവന്റെ ജീവിതത്തിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്താണ് പാപം? ദൈവത്തിന്റെ വ്യവസ്ഥിതികളിൽ നിന്ന് മനുഷ്യൻ മാറി സഞ്ചരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പൈശാചിക മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ തത്വസംഹിതയാണ് മനുഷ്യന്റെ അന്തരംഗങ്ങളിൽ വ്യാപരിക്കുന്ന പാപം എന്ന് പറയുന്നത്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് പാപം? ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന ആ യാഥാർത്ഥ്യം, അത് പാപമാണ്. എല്ലാ മനുഷ്യരും ലോകത്തിന്റെ ഏത് രാജ്യത്ത് ജീവിച്ചാലും എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ദൈവത്തെ കുറിച്ചൊരു ബോധ്യമുണ്ട്. ദൈവത്തിന്റെ അടുത്തേക്ക് മനുഷ്യന് വരണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അവനെ ദൈവത്തിൽ നകറ്റുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ് സഹോദര? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന, മനുഷ്യന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപമാണ്. എന്താണ് പാപം? പാപം എന്ന് പറഞ്ഞാൽ ഭോഷ്കാണ്, അത് കള്ളമാണ്, ദൈവത്തിൽ നമ്മളെ അകറ്റുകയാണ്. എന്താണ് പാപം? പാപം എന്ന് പറഞ്ഞാൽ അത് ഇരുട്ടാണ്. വെളിച്ചത്തിൽ നടക്കേണ്ട മനുഷ്യൻ പാപത്തിനകത്ത് ഇരുട്ടിലൂടെ തപ്പിത്തടയുകയാണ്. അപ്പനാരാണ്, അമ്മയാരാണ്, ഭാര്യയാരാണ്, കുഞ്ഞാരാണ്, സഹോദരനാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇരുട്ടിൽ നടത്തുന്ന പ്രപഞ്ചത്തിന്റെ പൈശാചിക ശക്തി പാപമാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസം കൊണ്ടും സാംസ്കാരികത കൊണ്ടുമൊക്കെ വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷെ ശ്രദ്ധിക്കണമേ, ഒരു കത്തിയുടെ ഒറ്റ കുത്തുകൊണ്ട് സ്വന്തം അപ്പനെയും അമ്മയും കുത്തിക്കൊല്ലുന്ന ആളുകൾ, രാവിലെ ആഹാരപ്പൊതിയൊക്കെ, ഭക്ഷണപ്പൊതിയൊക്കെ പാകം ചെയ്ത് അത് പൊടിഞ്ഞു കെട്ടി ജോലിക്ക് പോയിട്ട് വൈകുന്നേരം അങ്ങോട്ട് രാവിലെ 2 കാലിൽ പോകുന്ന വ്യക്തി തിരിച്ച് 4 കാലിൽ വരുമ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ ശിഥിലമാകുന്നു. എന്തേ? മനുഷ്യനെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം അത് പാപമാണ്. പാപം ഇരുട്ടാണ്. ആ ഇരുട്ടിനകത്ത് തപ്പിത്തടഞ്ഞാൽ പലപ്പോഴും ഏകാന്തതയിൽ ചെന്നിട്ട് ചില ആളുകൾ ചിന്തിക്കും, അയ്യോ എനിക്കൊരു നല്ല ജീവിതം നയിക്കണമല്ലോ, എനിക്ക് ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ. എല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ നല്ല പൗരന്മാരായി തീരുന്നു. എന്തുകൊണ്ട് എനിക്കതിന് സാധിക്കുന്നില്ല? അതിങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പാപത്തിന്റെ ഇരുട്ടിനകത്ത് ആളുകൾ തകർന്നു കിടക്കുകയാണ്. പാപം ഇരുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് പാപം എന്താണ്? പാപം മോഹമാണ്. വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് മനുഷ്യനെ വ്യാമോഹിപ്പിക്കുകയാണ്. പാപം മനുഷ്യനെ മോഹിപ്പിച്ച് ഏത് കുടിലമായ തന്ത്രങ്ങളും ഉപയോഗിക്കാൻ
മനുഷ്യനെ നയിക്കുന്ന പൈശാചിക തന്ത്രത്തെ നിങ്ങൾ തിരിച്ചറിയണം. എന്താണ് പാപം? പാപം അനീതിയാണ്. സമൂഹത്തോട്, കുടുംബത്തോട്, ദേശത്തോട്, മാതാപിതാക്കളോട്, കുഞ്ഞുങ്ങളോട്, ഭാര്യയോട് ഒക്കെ തിന്മ പ്രവർത്തിക്കുന്ന അനീതിയാണ് പാപം. ശ്രദ്ധിക്കണമേ, എന്താണ് പാപം? പാപം തെറ്റാണ്. മനുഷ്യനെ ശരിയായ പാതയിൽ നിന്ന് തെറ്റായ പാതയിലേക്ക് നടത്തുന്ന ശക്തിയാണ് പാപം. എന്താണ് പാപം? പാപം മനുഷ്യനെ മലിനമാക്കുകയാണ്. എന്താണ് മലിനത? നല്ല നിലവാരത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ വളർന്നു വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള പാപത്തിന്റെ കരാളമായ ഹസ്തത്തിൽ പിടിപെട്ടിട്ട് മദ്യവും മയക്കുമരുന്നും ഒക്കെ അടിച്ച് ആളുകളെയൊക്കെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ കൊലപാതകത്തിലൊക്കെ ചെന്നിട്ട് ജയിലുകളിലേക്ക് ചെന്ന് അവരുടെ ജീവിതം നശിച്ചു പോവുകയാണ്. എന്താ പാപം? പാപം നമ്മുടെ ഹൃദയത്തെ മലിനമാക്കുന്നു. എന്താണ് പാപം? പാപം ആത്യന്തികമായി നാശം വിതയ്ക്കുകയാണ്. നമുക്കറിയാം, കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ചില നാളുകൾക്ക് മുൻപ്, ചില മാസങ്ങൾ, ആഴ്ചകൾക്ക് മുൻപ് വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്കെല്ലാം ഇന്നും വേദനയോടെ നമ്മൾ കാണുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഗ്രാമം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞതുപോലെ കുടുംബങ്ങളെ തകർത്ത് കളയുന്ന, വ്യക്തിജീവിതങ്ങളെ തകർത്ത് കളയുന്ന പൈശാചിക തന്ത്രങ്ങളുടെ പേരാണ് പാപം എന്ന് പറയുന്നത്. എന്താണ് പാപം? ആത്യന്തികമായി പാപം മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ചൂട് സഹിച്ചും ഞങ്ങൾ ഈ പ്രദേശത്ത് വന്ന് ഇതുപോലെയുള്ള സുവിശേഷ സന്ദേശം വിളിച്ചു പറയുന്നതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം പാപമാണ്. ഇവിടുത്തെ ഗവൺമെന്റിന് നമ്മുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചേക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ സാധിച്ചേക്കാം. പക്ഷേ ആകാശത്തിന്റെ കീഴിൽ, ഭൂമിയുടെ മുകളിൽ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് അവനെ രക്ഷിച്ച് ഒരു ദൈവമനുഷ്യനാക്കി മാറ്റാൻ ഒരു മറുമരുന്ന് ദേശത്ത് ഈ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാതാപിതാക്കളെ, എന്റെ കൂടപ്പിറപ്പുകളെ, നിങ്ങളോട് ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ പാപത്തിന്റെ ഇരുട്ടിനകത്ത്, പാപത്തിന്റെ നാശത്തിനകത്ത്, പാപത്തിന്റെ മലിനതയ്ക്കകത്ത്, പാപത്തിന്റെ മോഹത്തിനകത്ത്, പാപത്തിന്റെ മരണത്തിന്റെ അകത്ത് ജീവിച്ചിട്ട് എനിക്കിനിയും ജീവിക്കണ്ട, എന്റെ ജീവിതം ഇങ്ങനെ നശിക്കട്ടെ എന്ന് ആരെങ്കിലും ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒരു വിടുതലിന്റെ സന്ദേശമുണ്ട്. ആ സന്ദേശം ഈ ദേശത്തോട് പറയാനാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. ശ്രദ്ധിക്കണമേ, ആർക്ക് വിടുവിക്കുവാനായിട്ട് കഴിയും? ദൈവത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, ദൈവം സ്നേഹമുള്ള ദൈവമാണ്, ദൈവം നീതിയുള്ള ദൈവമാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ്, നമ്മളെ അധ്യാപകർ, നമ്മളെ അവർ അടിക്കാറുണ്ട്. എന്തുകൊണ്ട് അവർ അടിക്കുന്നു? അവർക്ക് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് അടിക്കുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഒന്നും അടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ നല്ല ചുട്ട അടി തരുമായിരുന്നു. എന്നാൽ എന്തിനവർ അടിക്കുന്നു? നമ്മൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ അധ്യാപകൻ ശിക്ഷിക്കുന്നു. അപ്പോൾ തന്നെ അധ്യാപകൻ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്ന് പറയുന്നത് പോലെ ദൈവം തെറ്റ് കണ്ടാൽ ദൈവത്തിന് ശിക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം നോക്കി പാപത്തിനെ ശിക്ഷിക്കാൻ, മനുഷ്യകുലത്തിന് പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. ആര് മരിക്കണം? പാപം ചെയ്യുന്ന ഞാൻ മരിക്കണം. പക്ഷെ ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു, തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ താണഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? നമ്മുടെ സകല മനുഷ്യരുടെയും പാപം അവന്റെ ശരീരത്തിന്റെ മേലാക്കി അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണം, 2024 വർഷങ്ങൾക്ക് മുൻപ് അങ്ങകലെ പലസ്തീൻ എന്ന് പറയുന്ന, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരു പച്ചമരക്കുരിശ് ആകാശത്തേക്ക് ഉയർന്നു. ആളത്വമില്ലാതെ തല മുതൽ ഉച്ചി മുതൽ ഉളങ്കാൽ വരെ തകർക്കപ്പെട്ടവനായി പാപത്തിന്റെ ആ വലിയ കടഭാരം വഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ 3 ആണികളിന്മേൽ കൈകളിൽ ആണികൾ അടിക്കപ്പെട്ടവനായി, കാലുകളിൽ ആണികൾ അടിക്കപ്പെട്ടവനായി, കരുത്തുറ്റ റോമൻ ഗവൺമെന്റിന്റെ അതിന്റെ ദൈവത്തിന് സ്തോത്രം, അവരുടെ കരുത്തുറ്റ സംഘടന അല്ലെങ്കിൽ ആ പട്ടാളത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് അവനെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ അവന്റെ ശരീരം മുഴുവൻ പുറം ഉഴവുചാലുകൾ പോലെ കീറിമുറിക്കപ്പെട്ട
പ്രയാസപ്പെട്ടവനായി അതാ കാൽവരിയിലെ കുരിശിൽ സകല മാനവജാതിയുടെയും പാപം വഹിച്ചുകൊണ്ട് യേശു കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. എന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം യേശു കർത്താവ് കാൽവറിയിൽ അവൻ വഹിച്ചു. ആ സന്ദേശമാണ് ഇന്ന് പകലിൽ ഈ ദേശത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിന് പരിഹാരം, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് പാപമാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ കാൽവരിയിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മൂർത്തിമത്ഭാവമായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. ഒറ്റക്കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതം മാറിമറിയണോ, സമാധാന അന്തരീക്ഷം ഉണ്ടാകണോ, കുടുംബത്തിനകത്ത് ജീവിതത്തിന്റെ സന്തോഷം തിരികെ ലഭിക്കണോ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം തകർക്കപ്പെട്ടിരിക്കുന്നു, അവിടെ നിന്നൊരു വിടുതൽ വേണമോ? നിങ്ങളൊന്നും ചെയ്യേണ്ട, കർമ്മകാണ്ഡങ്ങൾ ചെയ്യേണ്ട, തീർത്ഥയാത്രകൾ ചെയ്യേണ്ട, മെഴുകുതിരികൾ കത്തിക്കേണ്ട, പടക്കങ്ങൾ പൊട്ടിക്കേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് ഒറ്റവാക്ക് ഉയരത്തിലേക്ക് നോക്കി, ദൈവമേ അങ്ങ് സ്നേഹവാനാണെന്ന് അറിയുന്നു, ഞാനൊരു പാപിയാണ്, എനിക്ക് ഈ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ എന്റെ കർമ്മകാണ്ഡങ്ങൾ കൊണ്ട്, എന്റെ യാഗതർപ്പണങ്ങൾ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പോലെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തണമേ. ഈ സന്ദേശം ശരിയാണെങ്കിൽ, ഞങ്ങളുടെ മുറ്റത്ത് വന്ന് സംസാരിക്കുന്ന ആ ദൈവദാസൻ സംസാരിക്കുന്ന വചനം ശരിയാണെങ്കിൽ, യേശു കർത്താവാണെങ്കിൽ, ഇന്ന് പകലിൽ എന്റെ പാപത്തിന് പരിഹാരം തരണമേ. ഞാനൊരു പാപിയാണ് കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. എന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ ഈ ലോകത്തിനൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അങ്ങേക്ക് മാത്രം എന്റെ പാപത്തിന് വിടുവിക്കാൻ കഴിയുമെന്നും, അവിടുന്ന് ഒഴുക്കിയ പുണ്യാഹ രക്തത്തിന് എന്റെ ഹൃദയത്തെ, എന്റെ മനസ്സിനെ കഴുകി എന്നെ ശുദ്ധിയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ കഴിയുമെന്നും, ഞാനൊരു പാപിയാണെന്നും, ഈ പാപത്തിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ഒറ്റവാക്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയാണ്. ദൈവം നിങ്ങളെ നീതിമാനാക്കുകയാണ്. ആരെങ്കിലും അങ്ങനെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ പാപത്തിന്റെ കരാളമായ ഹസ്തത്തിനകത്ത് പിടിക്കപ്പെട്ടിട്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിൽ, ദൈവസ്നേഹത്തിൽ നിങ്ങളോട് പറയുകയാണ്, ജീവിതം അവസാനിപ്പിക്കരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ ആ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ നീറി ജീവിതം തീർക്കേണ്ട ആവശ്യമില്ല. ഇതാ ദൈവത്തിന്റെ സ്നേഹം ഈ വാക്കിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. എഴുന്നേക്കാൻ സാധിക്കാതെ കിടക്കയിലാണോ നിങ്ങൾ കിടക്കുന്നത്? യേശുവേ, ഞാനൊരു പാപിയാണ്, എനിക്കൊരു വിടുതൽ വേണമെന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. വസ്തുക്കളെ മാറ്റാൻ കഴിയുന്ന, കാൽവരിയിൽ അവസാന തുള്ളി രക്തം വരെയും സകല മാനവജാതിയുടെ പാപത്തിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി ഒഴുക്കി തന്ന യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ എന്തിനിവിടെയായിരിക്കുന്നു? ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കാൻ. നമ്മൾ എവിടേക്ക് പോകുന്നു? നമ്മൾക്ക് ദൈവം ഈ മരണത്തിനപ്പുറം ഒരു ജീവിതം ഒരുക്കിയിരിക്കുന്നു. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ചെറിയ കാലത്തൊക്കെ 80 വയസ്സോ 90 വയസ്സൊക്കെ ആളുകളാണ് മരിക്കുന്നത്. പക്ഷേ ഈ 12 മണിയായ നിമിഷത്തിൽ ചിലപ്പോൾ 20 വയസ്സും 15 വയസ്സും 10 വയസ്സുമായ എത്രയോ പ്രിയപ്പെട്ടവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന് നമുക്കറിയത്തില്ല. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല, പേടിപ്പിക്കുന്നില്ല. പക്ഷെ മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മരിക്കും. വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്നു. എന്താ ന്യായവിധി? വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ട് വെളിച്ചത്തെക്കാൾ ഉപരിയായി ഇരുളിനെ സ്നേഹിക്കുകയാണ്. വെളിച്ചമാരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് പിന്നെയും ഇരുളിന്റെ പുറകെ പോയാൽ തീർച്ചയായും ഒരു ന്യായവിധി നമുക്കുണ്ട്. പക്ഷെ ഇന്നാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം. ഞങ്ങൾ ഇത്രയും പേരും ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ആരെങ്കിലും യേശുവിനെ ഇന്ന് വരെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് പകലിൽ ഏറ്റുപറയണം, കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക്
എനിക്കും ആ നിത്യമായ ജീവിതം വേണം. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഞങ്ങൾക്ക് സ്തോത്ര കാഴ്ച തരണ്ട, നിങ്ങൾ പണം മുടക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഒറ്റ വാക്ക് ആരും കാണാതെ യേശുവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഇന്ന് പകലിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശു നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തും. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ രോഗത്തിന് വിടുതൽ തരാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതൽ തരാൻ, കുടുംബങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാക്കാൻ യേശു കർത്താവ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ പല പ്രാർത്ഥനകൾ കഴിച്ചിട്ടും ജീവിതത്തിന്റെ പ്രതികൂല അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ചുരുക്കം പേര് ഈ സ്ഥലത്ത് വന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു പാപിയാണ്. യേശു, എനിക്ക് അവസ്ഥകൾക്ക് മാറ്റം വരണം, എന്റെ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ സമാധാനം വെളിപ്പെടണമേ എന്ന് ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചാൽ ഈ മധ്യാഹ്നമാകുന്ന സമയത്ത് ജീവന്റെ വെളിച്ചം നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരികയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനം ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണെങ്കിൽ എന്നെ തകർത്ത് കളഞ്ഞ പാപത്തിന്റെ കരാളഹസ്തത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവമേ എന്നെ വിടുവിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ തേടി വരികയാണ്. അതുകൊണ്ടാണ് ഈ നട്ടുച്ചയ്ക്കും ഈ വെയിൽ കൊണ്ടും ചൂടച്ചും ഞങ്ങൾ ഈ സ്ഥലത്ത് വരുന്നത്. ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്, ജീവിതം തകർന്നു പോകരുത്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ വലിയ സത്യം ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. അതിവിടെ നിൽക്കുന്ന നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദേശത്ത് എത്ര ഭവനങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ സ്നേഹം എന്റെ ഉള്ളിൽ നിറയുന്നത് കൊണ്ട് ഈ ദേശത്തെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ പ്രായമുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഈ മുറ്റം അനുവദിച്ചു തന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സ്ഥലത്ത് ഞങ്ങൾ വന്നപ്പോൾ പാട്ടുകൾ വെച്ച് ഹല്ലേലൂയ വീട്ടിൽ സന്തോഷിച്ചു വരുന്ന സഹോദരങ്ങൾ ആ പാട്ടുകൾ നിർത്തി ഈ സന്ദേശം കേൾക്കാൻ അവർ കാണിച്ച നന്മയോർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ചുറ്റുപാടും പാർക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലൊരു വിടുതൽ നിങ്ങൾക്ക് ദൈവം തരാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. മനുഷ്യനെ ഹല്ലേലൂയ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, യേശു ക്രിസ്തുവിലൂടെ വിടുതൽ പ്രാപിച്ച്, നിത്യരക്ഷ പ്രാപിച്ച് നിത്യജീവനിലേക്ക് കടക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ അച്ചൻകുഞ്ഞി പാസ്റ്റർ, ഈ ദേശവാസിയായ ദൈവദാസൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം.